നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാട് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. മാസപ്പടി കേസിൽ ഈട് വേട്ടയാടുന്നത് വീണ മകളായതുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും തന്റെ കൈകൾ ശുദ്ധമെന്നും ആവർത്തിച്ച് പിണറായി. മുഹമ്മദ് റിയാസ് MLA ചോദ്യം ചെയ്യാൻ ഇഡി. ലേക്കർ ഇന്ത്യ കോർപ്പ് കടലാസ് കമ്പനി എന്ന പ്രചരണം തെറ്റെന്ന് അധികൃതർ. പ്രതിപക്ഷ ഉപനേതാവ് പദവി CP-ക്ക് നൽകില്ലെന്ന് പിണറായി വിജയൻ. ഗണേശന്റെ മന്ത്രിസ്ഥാനം ഉമ്മൻചാണ്ടിയെ ചതിച്ചതിനുള്ള പാരിതോഷികമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അസംബന്ധമെന്ന് പിണറായി. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായില്ലെന്നും സർക്കാരിന്റെ വിപണി ഇടപെടൽ താളം തെറ്റിയെന്നും കുറ്റപ്പെടുത്തൽ. സർക്കാർ ആശുപത്രികളിൽ ഇനി 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ. തുടക്കം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും സേവനം ലഭ്യമാക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിലെ മംഗലൂരു മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാക്കിയ ഉത്തരവെന്ന് MP-മാർ. കേരളത്തിന് കോടികളുടെ വരുമാന നഷ്ടം. നീക്കം കർണാടക BJP ഘടകത്തെ പ്രീണിപ്പിക്കാനാണെന്ന ആക്ഷേപം. തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുന്നമടക്കായലിൽ ആവേശത്തിരയിളക്കി ജലപൂരം. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ആവേശപ്പോരിൽ തുഴയെറിയുന്നത് 22 ചുണ്ടൻ വള്ളങ്ങൾ. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ മുഖ്യാതിഥികൾ. ശബരിമലയിലെ തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തും. നീക്കം സ്പോൺസർഷിപ്പുകളും പണപ്പിരിവും ഒഴിവാക്കാൻ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്നിറങ്ങും. സെമിയിലെ എതിരാളികൾ ചൈനീസ് താരങ്ങൾ. മത്സരം ഉച്ചയ്ക്ക് 1:30 മുതൽ. എക്സാലോജിക് ഇടപാടിൽ വീണയ്ക്കെതിരായ ED അന്വേഷണത്തെ രാഷ്ട്രീയ വേട്ടയെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീണയ്ക്ക് കോടികളുടെ സാമ്പത്തിക ഇടപാടെന്ന EDയുടെ കണ്ടെത്തലും പിണറായി വിജയൻ തള്ളിയിരിക്കുകയാണ്. തന്റെ മകൾ ഭയങ്കര സ്വത്തിന്റെ ഉടമയല്ലെന്നും വീണ തന്റെ മകളായതിനാലാണ് ഇപ്പോഴത്തെ അന്വേഷണമെന്നും പിണറായി പറഞ്ഞു. താനും തന്റെ കുടുംബവും ലാവ്ലിൻ ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം. ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാട് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കട്ടെ. എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. ഒരു കാര്യം, നമ്മുടെ ED ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കും. എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷേ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പിണറായി വിജയൻ പറയുമ്പോഴും CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. വീണ വിജയന് പിന്നാലെ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് സമൻസ് അയക്കും. ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഹവാല പണമിടപാടിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനിടെ ED അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPM. നാളെ കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. ED റെയ്ഡിനെ തുടർന്ന് വിശദീകരണവുമായി ലേക്കർ ഇന്ത്യ കോർപ്പ്. ലേക്കർ ഇന്ത്യ കോർപ്പ് കടലാസ് കമ്പനിയാണെന്ന രീതിയിൽ വിപുലമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഇത് വസ്തുതാപരമല്ലെന്നും കമ്പനി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കമ്പനി തുടങ്ങിയത്. ഓഫീസിനായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതികവും
രേഖകളുടെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ചില തിരുത്തലുകൾ നിർദ്ദേശിച്ച് പഞ്ചായത്ത് അപേക്ഷ തിരികെ നൽകുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആവശ്യമായി തിരുത്തലുകൾ വരുത്തി അപേക്ഷ വീണ്ടും സമർപ്പിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. കരിമണൽ കർത്തയുടെ പണം വാങ്ങിയവരിൽ LDF-കാരും UDF-കാരും ഉണ്ടെന്ന് പറയുകയാണ് BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ. പിണറായിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രി VD സതീശന് താൽപര്യമില്ല. MV ഗോവിന്ദൻ സമനില തെറ്റിപ്പിച്ചുമ്പേയും പറയുന്നു. BJP-യുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ പറ്റി ആരും പരാതി നൽകിയില്ലെന്നും ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയതാണെന്നും സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം SFI അന്വേഷണം ശക്തമായി നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ED അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയും നിരവധി ഗുരുതരമായ തെളിവുകളും കണ്ടെത്തലുകളും പുറത്തു വരികയും ചെയ്യുമ്പോഴും ശ്രീ VD സതീശൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ 5 വർഷം ശ്രീ പിണറായി വിജയനെതിരായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹം ഉൾപ്പെട്ട കേസ് എന്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ച VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ ആ വിഷയത്തിൽ കുറ്റകരമായ ദുരൂഹമായിട്ടുള്ള മൗനം അവലംബിക്കുകയാണ്. അതിനുള്ള കാരണം ഈ കേസ് ശരിയായ നിലയിൽ മുമ്പോട്ട് പോയാൽ പിണറായി വിജയനും കുടുംബാംഗങ്ങളും മാത്രമല്ല UDF-ലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തെ നേരിടേണ്ടി വരും. ഓണക്കാലത്ത് വിലക്കയറ്റം വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഫലപ്രദമായ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. മുൻ സർക്കാർ 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾക്ക് കൊള്ളുന്ന വിലയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഓണക്കാലാവുമ്പോൾ ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായൊരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ല എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നും ആവർത്തിച്ചു. പ്രതിപക്ഷ ഉപനേതാവിന്റെ പേര് നിർദ്ദേശിച്ച സ്പീക്കർക്ക് കത്ത് നൽകേണ്ടത് താനാണ്. ആ കത്ത് നൽകും. അതിൽ CPM നേതാവിന്റെ പേരായിരിക്കും ഉണ്ടാവുക. അതിൽ യാതൊരു സംശയവുമില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ സമഗ്ര മാറ്റം വരുത്തുകയാണ് ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫറലുകൾ തടയുന്നതുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആദ്യഘട്ടം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കും. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. നിലവിൽ ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും OP ഉൾപ്പെടെ നിശ്ചിത സമയം കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. രോഗികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കുകയാണ് പതിവ്. ഇത് രോഗികൾക്ക് ഏറെ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിവെക്കുന്നു. ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ
എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. രാത്രി ഷിഫ്റ്റ് ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമുണ്ടാകും. ജനറൽ മെഡിസിൻ, ഓർത്തോ, സർജറി, പീഡിയാട്രിക്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് ഉണ്ടാവുക. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ഈ സംവിധാനം നടപ്പാക്കും. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പദ്ധതി നടപ്പാക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പുനർവിന്യസിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം ജനറൽ, കൊല്ലം ജില്ലാ ആശുപത്രികളിൽ ഇനി 24 മണിക്കൂറും കാത്ത് ലാബും പ്രവർത്തിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജികുമാറിന് കോടതി ജാമ്യം അനുവദിച്ചു. ഇരുവരുടെയും ജാമ്യ ഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് വിധി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി PS പ്രശാന്തിനും A. അജികുമാറിനും ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ശക്തമായ തെളിവുകളുണ്ടെന്നും എന്നാൽ ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് അജികുമാറിന് ജാമ്യം നൽകുന്നത് എന്നും കോടതി പറഞ്ഞു. 2019 ശബരിമല സ്വർണ്ണ കവർച്ചയുമായി PS പ്രശാന്തിനും A. അജികുമാറിനും ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ജാമ്യാപേക്ഷയുടെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. 2025 സ്വർണ്ണ കവർച്ച മൂടിവെക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 23 പ്രത്യേക അന്വേഷണ സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ശബരിമലയിൽ തിരുവോണനാളിൽ ഭക്തർക്കായുള്ള തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. ആദ്യമായാണ് തിരുവോണ സദ്യ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്നത്. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും തിരുവോണ സദ്യ നൽകാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓണസദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓണസദ്യ നേരിട്ട് നടത്താൻ തീരുമാനിച്ചത്. പാലക്കാട് ഡിവിഷൻ പരിധിയിൽ നിർണായക മാറ്റം വരുത്തുകയാണ് റെയിൽവേ. ബംഗളൂരു മേഖലയെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റി ഉത്തരവിറക്കി. പുതിയ തീരുമാനം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയമെന്ന് പറയുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ അറിയിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തുകയോ ചെയ്യാതെയാണ് പാലക്കാട് ഡിവിഷനെ വിഭജിക്കാൻ തീരുമാനിച്ചത്. തീരുമാനം പുനഃപരിശോധിക്കണം. അടിയന്തരമായി പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ നായങ്കിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തലശ്ശേരി CJM കോടതി അർജുൻ നായങ്കിക്ക് ജാമ്യം അനുവദിച്ചത്. മറ്റ് കേസുകളിൽ ജാമ്യം കിട്ടാത്തതിനാൽ അർജുൻ ജയിലിൽ തുടരും. കാപ്പ ചുമത്തിയതോടെ അർജുൻ നായങ്കിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. AN ഷംസീറിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വെള്ളാപ്പള്ളിയുടേത് തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണെന്നും അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും പിണറായി പറഞ്ഞു. CPM-ൽ ഒരാളും കുറുക്കുവഴികളിലൂടെ നേതാവായിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPM-ലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയ്ക്ക് മതിയായ യോഗ്യതകളില്ലാതെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയത് സംബന്ധിച്ച തുടരന്വേഷണത്തിന് MG സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം. മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന P. ഹരികൃഷ്ണൻ കൃത്രിമരേഖ ഉണ്ടാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ചും അന്വേഷണം നടത്തും. 2 വിഷയങ്ങളിലും വെവ്വേറെ അന്വേഷണ സമിതികളെ വെള്ളിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം നിയോഗിച്ചു. മഹാരാജാസ് കോളേജിലെ ഇന്റഗ്രേറ്റഡ് ആർക്കിയോളജി കോഴ്സിൽ SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയ്ക്ക് മതിയായ അറ്റൻഡൻസ് ഇല്ലാതെ 7ാം സെമസ്റ്ററിലേക്ക് അനധികൃതമായി പ്രവേശനം നൽകിയ നടപടിയിലാണ് അന്വേഷണം. ഈ വിഷയം രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ യൂണിവേഴ്സിറ്റിയിൽ തെറ്റായ വിശദീകരണം നൽകിയ പ്രിൻസിപ്പലിനെ മുൻ സിൻഡിക്കേറ്റ് താക്കീത് നൽകി കേസ് തീർപ്പാക്കി.
ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ വെള്ളിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി അത് യൂണിവേഴ്സിറ്റിക്ക് വരുത്തിയിട്ടുള്ള മാനഹാനി കൂടി പരിഗണിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുവാനാണ് തീരുമാനം. തുടരന്വേഷണം നടത്താൻ 3-അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ആൽസൺ മാർട്ട്, ഡോക്ടർ ആതിര പ്രകാശ്, പ്രമോദ് ഗോപിനാഥ് എന്നിവരാണ് അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ. അതോടൊപ്പം മുൻ ഇടത് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന പി ഹരികൃഷ്ണൻ കൃത്രിമ രേഖയുണ്ടാക്കി യാത്രാബത്ത ഉൾപ്പെടെ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയതിലും സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ജോബിൻ ജോസ് ചമക്കല, ഡോക്ടർ GS ഗിരീഷ് കുമാർ, ഡോക്ടർ ആൽസൺ മാർട്ട് എന്നിവരാണ് അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കഴിഞ്ഞ മാസം MG സർവകലാശാലയിൽ പുതിയ സിൻഡിക്കേറ്റ് ചുമതലയേറ്റു. ഇതേ തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റിന്റെ കാലത്ത് നടന്ന വിവാദങ്ങളിൽ അന്വേഷണത്തിന് നടപടിയുണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. പുന്നമടക്കായലിൽ ആവേശത്തിരിളക്കം. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരാണ് മുഖ്യാതിഥികൾ. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി ആവേശപ്പോരിൽ തുഴയെറിയുന്നത്. ഇരുട്ടുകുത്തി C ഗ്രേഡ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ രാവിലെ നടന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഈ പറഞ്ഞതുപോലെ രാവിലെ തന്നെ മത്സരങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം വരുന്നത്. അതായത് ആവേശം അപ്പോഴാണ് ഒന്നുകൂടി ഉച്ചസ്ഥായിലാവുക അല്ലേ? മൊത്തത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ആവേശം എങ്ങനെയാണ് പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ ഈ ഹീറ്റ്സ് മത്സരങ്ങൾ, അതായത് ഈ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളുള്ളത്, അതായത് ഇരുട്ടുകുത്തി A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് വള്ളങ്ങൾ, ഒപ്പം തന്നെ വെപ്പ്, ഓടി വള്ളങ്ങൾ, ഇതിൻ്റെ എല്ലാം ഈ ഹീറ്റ്സ് മത്സരങ്ങൾ രാവിലെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ബ്രേക്കാണ്. 2 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. അപ്പോഴാണ് ആവേശം ആ നിലയിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ, അതായത് ഏകദേശം റോസ് പവലിയൻ ഉൾപ്പെടെ എല്ലാ പവലിയനിലെല്ലാം തന്നെ നിറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഈ കാണികൾ, ഈ വള്ളംകളി പ്രേമികൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന വലിയൊരു കാഴ്ചയാണുള്ളത്. ഇത്തവണ വലിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു മത്സരം കൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. 22 വള്ളങ്ങളാണ് ഉള്ളത്. ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരുപാട് സമ്മാനത്തുകയിൽ ഉൾപ്പെടെ ഇവരോട് വർധനവ് ഉണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം ഇക്കുറി ഉണ്ട് എന്നുള്ളതാണ്. പുന്നമട ആ നിലയിലേക്ക് ആവേശത്തിരളക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വള്ളംകളി പ്രേമികളുടെ ഒഴുക്ക് പുന്നമടയിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാവിലെ ചെറിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ചെറിയ മഴയുണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ നല്ല അന്തരീക്ഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാണികൾക്കും ആ നിലയിലേക്ക് ഇത് ആസ്വദിക്കുന്നതിന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും പുന്നമട അതിൻ്റെ ആവേശ തിമിർപ്പിലേക്ക് കൂടുതൽ എത്തുകയാണ്. ഒരു 2 മണിക്ക് ശേഷം കൂടുതൽ ആവേശ തിമിർപ്പിലേക്കും അല്ലെങ്കിൽ ഒരു അതിരറ്റ ആഹ്ലാദത്തിലേക്കും പുന്നമട എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നിലവിൽ ഈ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി നടക്കേണ്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ്. ഉദ്ഘാടനത്തിന് ശേഷം ആ മത്സരങ്ങൾ നടക്കും. അതിനുശേഷം ഈ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കും. അതിനുശേഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന, ഈ വള്ളംകളി പ്രേമികളെല്ലാം കാത്തിരിക്കുന്ന, കേരളമാകെ കാത്തിരിക്കുന്ന ഈ ജലരാജാവ് ആരാണെന്നറിയാനുള്ള ഫൈനൽ മത്സരങ്ങൾ നടക്കുക. എന്തായാലും ആദ്യ ഹീറ്റ്സ് മത്സരം മുതൽ തന്നെ വലിയ പോരാട്ടം നടക്കും. യാതൊരു സംശയവുമില്ല. 4 മിനിറ്റിനുള്ളിൽ ഫിനിഷിംഗ് വരെ താണ്ടുക എന്നതാണ് എല്ലാ ടീമുകളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഹീറ്റ്സ് മത്സരങ്ങൾ തൊട്ട് തന്നെ ഇവർ തുഴയെറിയുമെന്ന കാര്യത്തിൽ തുഴയെറിയും എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അപ്പോൾ തന്നെ ആദ്യ ഘട്ടം തൊഴുതൽ, അത് ഹീറ്റ്സ് മത്സരങ്ങൾ തൊട്ട് തന്നെ ആവേശം അലതല്ലുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. തീർച്ചയായും പുന്നമടക്കായലിൽ നിന്നുള്ള ആവേശം പങ്കുവയ്ക്കുകയായിരുന്നു അജയ്നാഥ. ആ ഒരു ആവേശം ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കൊച്ചി അമൃത ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങൾ ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ ഫെസിലിറ്റീസ് വിഭാഗവും പ്രോജക്ട് ഇലക്ട്രിക്കൽ വിഭാഗവും ഒരുക്കിയ വലിയ പൂക്കളങ്ങൾ സന്ദർശകർക്ക് ദൃശ്യവിരുന്നായി. ആശുപത്രി തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിന്ന് ഒരുമയുടെ ഓണം കൊച്ചി അമൃത ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങൾ ചേർന്ന് ആഘോഷിച്ചു.
ജീവനക്കാരെല്ലാം ചേർന്ന് ഒത്തൊരുമയോടെ ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് വലിയ പൂക്കളങ്ങൾ ഒരുക്കിയതെന്ന് ഫെസിലിറ്റീസ് വിഭാഗം മേധാവി ബ്രഹ്മചാരി സംസിദ്ധാമൃത ചൈതന്യ പറഞ്ഞു. This is a special moment for us where all of them come together, unite together, and you can see the outcome of that unity. A very beautiful pookalam has been laid down here by the facilities department, and one more pookalam has been laid down by the electrical department. This very special moment for us. We wait for this moment throughout the year. ഓണാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ കലാപരിപാടികളും അരങ്ങേറി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. പ്രളയക്കെടുതി കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും പത്തനംതിട്ട റാന്നിയിലെ ദുരിതബാധിതർക്ക് വാഗ്ദാനം ചെയ്ത സർക്കാർ ധനസഹായം ലഭിച്ചില്ല എന്ന പരാതി. മിന്നൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട വ്യാപാരികളും നാട്ടുകാരും ഇപ്പോഴും പൂർണ്ണമായും കരകയറാനാകാതെ പ്രതിസന്ധിയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടം നേരിട്ട വ്യാപാരികളോട് പലിശയ്ക്ക് വായ്പ എടുക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നത് തങ്ങളെ കൂടുതൽ കടക്കെണിയിലാക്കുകയാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. ജൂലൈ 31-നുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിമിഷങ്ങൾ കൊണ്ടാണ് പത്തനംതിട്ട റാന്നി ടൗണും സമീപ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായത്. 300ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് അന്ന് വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായത്. ദുരന്തം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇവിടുത്തെ വ്യാപാരികൾക്കും വീട്ടുകാർക്കും ആശ്വാസമാകേണ്ട സർക്കാർ സഹായങ്ങൾ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് പരാതി. ഇവിടെ മുഖ്യമന്ത്രി വന്ന് കണ്ട് നമുക്ക് 10,000 രൂപ അടിയന്തര സഹായം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് പോയി. പിറ്റേ ദിവസം മന്ത്രിസഭ കൂടി 10,000 രൂപ ഉടനടി പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യാനും മറ്റും 10,000 രൂപ അടിയന്തരമായി പ്രഖ്യാപിച്ചതാണ് മന്ത്രിസഭയിൽ. പക്ഷേ നാളിതുവരെയായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഓരോ വ്യാപാരിക്കും അടിയന്തര ആശ്വാസമായി 10,000 രൂപ വീതം നൽകുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഈ തുച്ഛമായ തുക പോലും ലഭിക്കാതെ വ്യാപാരികൾ ദുരിതത്തിലാണ്. ജീവിത സമ്പാദ്യം മുഴുവൻ ഒലിച്ചുപോയവർക്ക് മുന്നിൽ ഇപ്പോൾ അടഞ്ഞ വാതിലുകൾ മാത്രമാണുള്ളത്. എൻ്റെ കട മൊത്തം പോയി. എനിക്കൊരു 24 ലക്ഷം രൂപയ്ക്കകത്ത് നഷ്ടമുണ്ട്. ഒരു ആൾക്കാർ പോലും എൻ്റെ കട തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാവങ്ങൾ നാട്ടുകാരല്ലാതെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സാധനം ഇപ്പോഴും ഞാൻ വാരിക്കൊണ്ടിരിക്കുക, കള്ളക്കകത്ത് ഞാൻ വാരിക്കൊണ്ടിരിക്കുക. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ടും കുറച്ച് പേപ്പർ തരാൻ പറഞ്ഞു. എനിക്ക് ആ 10,000 വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പേപ്പർ മടക്കിക്കൊണ്ട് വന്നു. വലിയ നാശനഷ്ടം സംഭവിച്ചവർക്ക് പുതിയതായി ബിസിനസ് തുടങ്ങാനോ സ്ഥാപനങ്ങൾ പുനരുദ്ധരിക്കാനോ മാർഗമില്ല. സർക്കാർ സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് പകരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ പലിശയ്ക്ക് വായ്പയെടുക്കാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. മണൽ വാരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യം. പിന്നെ സംസ്ഥാന സർക്കാർ വ്യാപാരികൾക്ക് ഈ നാശനഷ്ടം കണക്കാക്കിക്കൊണ്ട് നല്ല രീതിയിലൊരു സഹായം ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾ മുഴുവൻ കഷ്ടത്തിലാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അടിയന്തര ധനസഹായം ഉടൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളായി ഒതുങ്ങുമ്പോൾ ജീവനോപാധി കണ്ടെത്താൻ പാടുപെടുകയാണ് റാന്നിയിലെ വ്യാപാരികൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്നിറങ്ങും. നിലവിലെ 1ാം സീഡായി ചൈനീസ് താരങ്ങളാണ് സെമിയിലെ എതിരാളികൾ. ക്വാർട്ടറിൽ 4ാം സീഡായി ചൈനയുടെ ജിയായി ഫാൻ ഷാങ് ഷ്യാൻ സഖ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നത്. 14 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസിൽ ഇന്ത്യ ഒരു മെഡൽ ഉറപ്പാക്കുന്നത്. സെമിയിൽ പരാജയപ്പെട്ടാലും ഇന്ത്യക്ക് വെങ്കല മെഡൽ ലഭിക്കും. ഉച്ചയ്ക്ക് 1:30 മുതലാണ് മത്സരം. ഹോക്കി ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ നെതർലൻഡ്സിനോട് പരാജയപ്പെട്ട ഇന്ത്യ 2ാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ 2-0 ഇന്ത്യ തോറ്റത്. പെനാൽറ്റി കോർണറിൽ നിന്നാണ് 2 ഗോളുകളും പിറന്നത്. 2ാം റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. സെമിയിലേക്ക് കടക്കാൻ ഈ മത്സരം ജയിച്ചേ മതിയാകും. അതേസമയം 2ാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ പുരുഷ ടീം ഇന്ന് നെതർലാൻഡ്സിനെ നേരിടും. രാത്രി 7:30 മുതലാണ് മത്സരം. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ പോരാട്ടത്തിന് ശേഷം അർജന്റീന സ്പെയിൻ താരങ്ങൾ തമ്മിലുണ്ടായ വൻ തർക്കത്തിലും സംഘർഷത്തിലും അച്ചടക്ക നടപടിയുമായി ഫിഫ. റഫറിയുടെയും അച്ചടക്ക സമിതിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീനയ്ക്ക് 3 കോടി രൂപയാണ് പിഴശിക്ഷ. മിഡ്ഫീൽഡർ പാരഡൈസിന് 10 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും മൊളിനിക്ക് 7 അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഫിഫ വിലക്ക് ഏർപ്പെടുത്തി. ഇരുവർക്കും 86 ലക്ഷം രൂപ പിഴയും ചുമത്തി. അസിസ്റ്റന്റ് കോച്ച് റോബർട്ടോ അയാലയ്ക്ക് 3 മത്സരങ്ങളിലും തിയാഗോ അൽമാഡയ്ക്ക് 1 കളിയിലും വിലക്കുണ്ട്. അതേസമയം സ്പെയിൻ താരം ഗാവിക്കും 1 മത്സരത്തിൽ വിലക്കുണ്ട്.